എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദാവീദ് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്നു. എന്തിനാ അരുളപ്പാട് ചോദിക്കുന്നത്? അമാലേക്യർ വന്ന് തനിക്കുള്ളതൊക്കെയും, ദാവീദിനുള്ള സമ്പത്തും തനിക്കുള്ളവരെയും അപഹരിച്ചു കൊണ്ടുപോകുന്നു, പിടിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ആ പരീക്ഷയെ പിന്തുടരണമെന്ന്. അപ്പം ദൈവം എന്താ ഉത്തരം കൊടുത്തത്? പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. അത് കേട്ട് ദാവീദ് അമാലേക്യരിനെ പിന്തുടരുന്നു. ആ തനിക്ക് തന്റെ കരത്തിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും താൻ വീണ്ടുകൊള്ളുന്നു. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നഷ്ടങ്ങൾ അനുഭവിച്ച് എന്നെ കേൾക്കുന്ന വ്യക്തിയാണോ താങ്കൾ? പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് ദൂതറിയിക്കുന്നു, ദൈവം സകലതും നിങ്ങളുടെ ജീവിതത്തിന്മേൽ മടക്കി തരുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ആ 1 ശമൂവേൽ 30:18-19 ഇങ്ങനെ വായിക്കുന്നു, അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു, തന്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ, പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോകുന്നു. ആമേൻ. ഇന്ന് പകലിൽ ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയത്, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതമായിക്കോട്ടെ, നിങ്ങളുടെ വചനധ്യാനമായിക്കോട്ടെ, നിങ്ങളുടെ സമാധാനമായിക്കോട്ടെ, നിങ്ങളുടെ സന്തോഷമായിക്കോട്ടെ, നിങ്ങളുടെ ആരോഗ്യമായിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, നിങ്ങളുടെ ആത്മീയ നന്മകൾ, എന്തൊക്കെ ശത്രു അപഹരിച്ചു കൊണ്ടുപോയിരുന്നാലും സ്വർഗം ഇന്ന് പകലിൽ മടക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. അതായത് എങ്ങനെയാണ് അത് നമുക്ക് മടക്കി ലഭിക്കുന്നത്? പ്രാർത്ഥനയിലും ഉപവാസത്താലും അത്രേ അത് നമ്മൾക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധിക്കുന്നത്. കർത്താവിന്റെ വചനം പറയുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ചില ജാതി നീങ്ങിപ്പോകുന്നില്ല. സ്പിരിച്വൽ വാർഫെയറിന് പ്രാർത്ഥനയും ഉപവാസവും അനിവാര്യമാകുന്നു. വിശ്വസിച്ചാട്ടെ, പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കാത്തിരുന്നാട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ മടക്കി തരുവാൻ പോകുന്നു. നഷ്ടപ്പെട്ടു പോയ നന്മകൾ, നഷ്ടപ്പെട്ടു പോയ ആത്മീയ നന്മകൾ, ഭൗതിക നന്മകൾ, പ്രാർത്ഥനയോട് ഉപവാസത്തോടെ കാത്തിരിക്കുന്ന ദൈവവൈതലേ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ പോകുന്നു. ആമേൻ. സ്തോത്രം. ഏറ്റെടുത്താട്ടെ, ഈ ദൂത് ഏറ്റെടുത്താട്ടെ. നമ്മൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാ. അവന്റെ പേരത്ര യേശു. യേശു നിങ്ങളുടെ ജീവിതത്തിന്മേൽ നഷ്ടപ്പെട്ടു പോയ, പിശാച് കവർന്നെടുത്ത് കൊണ്ടുപോയ നന്മകളെ മടക്കി തരുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ. കർത്താവിനൊരു നല്ല മഹത്വം കൊടുത്താട്ടെ.